കൂലിയുടെ ബിജിഎം അത് പാടി, അതുപോലെ മലങ്കയുടെ സർഗം, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ കുറച്ച് പേടിയുള്ള ഏരിയാസ് ആണ്. സാസോം കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അതാണ് നമ്മൾ ഏറ്റവും ഫേവറേറ്റ്. മലങ്കിനെക്കാട്ടും ഫേവറേറ്റ് ഈ സാസോം കീ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിന്റെ കവർ ചെയ്തിട്ടുണ്ട്. ഗിറ്റാർ എടുത്തു വയ്ക്കാൻ കഞ്ചാവ് ഇപ്പൊ അത് ക്ലിയർ ആയിട്ടുള്ളതാണ്. എല്ലാവരും അല്ലേ ഒരു കൊലയില് ഫുള്ള് നല്ല തേങ്ങ ആവില്ലല്ലോ. എനിക്ക് ജോബ് കുരു എന്ന് പറയുന്നത് ഭയങ്കര ഭ്രാന്താണ്. നോവിൽ തീയിൽ പടരുക, വർണ്ണം കാണും നിൻ മഴവിൽ തേടുക, പ്രാണൻ കാക്കും നിൻ താളമേകുക. ഓഹോ, നിങ്ങളെ മുന്നിൽ വന്നിരിക്കാനുള്ള ഈ ഒരു സംഭവം നമ്മൾ ഇതുവരെ ഇപ്പം എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഗിറ്റാർ തന്റെ തന്തയല്ല എന്റെ തന്ത. തന്റെ ഞാനാ നിന്റെ നീ മലബാറായിട്ട് പറ, തിരിയുന്നില്ല. കുറച്ച് കഞ്ഞി എടുക്കട്ടെ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് മനസ്സിലാവുന്നില്ല. എന്താടാ നമുക്ക് ഏറ്റവും ക്രഷ് പാട്ട് പാടുന്ന ചേട്ടന്മാരോടായിരിക്കും. നിങ്ങളെ തോന്നല് മാത്രമേ ഇതൊക്കെ. അതെ, സത്യം. ഇപ്പൊ എന്റെ ക്ലാസ്സിലെ പിള്ളേർ പറയും, നിങ്ങൾക്ക് ഗിറ്റാർ എടുത്തിടക്കുന്ന കുറെ ഗേൾ ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ട്. ആലം വെറും തോന്നലാണ്. ഭയങ്കര വേറിട്ട ആലാപനം കൊണ്ട് ഇൻസ്റ്റാഗ്രാം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. അവരാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. വെൽക്കം സെലു സെയിൻ, ഷാമിൽ സാം ആൻഡ് ആസ്വദ്. ഇതെന്ത് ചിരിയൊന്നുമില്ലാതിരിക്കുന്നത്. പാട്ടൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുക അല്ലെ. ഏറ്റവും വൈറലായത് ഏതാ? മലങ്കാന്ന്, മലങ്കിന്റെ സർഗം പോർഷൻ അല്ലെ. എന്ത് തോന്നുന്നു പാട്ടൊക്കെ വൈറലായി കഴിഞ്ഞപ്പോ? വിചാരിച്ചിട്ടില്ല വിചാരിച്ചില്ല, അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത്രത്തോളം പോകുന്നുള്ളത് വിചാരിച്ചിട്ടില്ല. പക്ഷെ കുറച്ചാൾക്കാർ കാണും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ബട്ട് ഇത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചു. ശരിക്കും നിങ്ങളെ ആൾക്കാർക്ക് അത്ര അങ്ങ് പരിചയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാട്ടറിയാം, പക്ഷെ ആരാണ്, എന്ത് ചെയ്യുന്നു, എവിടെയാണ് വീട്, ഇതൊക്കെ അറിയാൻ ക്യൂരിയോസിറ്റി കാണും. ഏത് നാട്ടുകാരാണ്? കണ്ണൂര്. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്നത്? നമ്മള് നീ പറഞ്ഞോ. അതായത് കഴിഞ്ഞ വർഷം ഒരു ക്യാമ്പിങ് വന്നു. അപ്പൊ നമ്മളൊക്കെ കോമൺ ആയിട്ടുള്ള ഒരാളുണ്ട്, ഹനാൻ ബിൻ കൈസ് എന്ന് പറഞ്ഞിട്ട്. ആളൊരു ഗിറ്റാറിസ്റ്റ് ആണ്. ആളൊരു ദിവസം പറഞ്ഞിട്ട് എനിക്ക് ക്യാമ്പിന് വരാൻ പറ്റൂല, ഞാൻ വേറൊരു ഗിറ്റാറിസ്റ്റിനെ പരിചയപ്പെടുത്തി തരാം, അടിപൊളിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുത്തന്റെ നമ്പർ തന്നെയാണ് ഇത്. അതിന് ശേഷം പിന്നെ പോയിട്ടില്ല, അപ്പുറം തന്നെ ഉണ്ട്, ഒരുമിച്ച് തന്നെ ഉണ്ട്. അല്ല, അതിനുശേഷം ഇവന് എന്റെ കൂടെ തന്നെ ഉണ്ട്. അതാ പ്രശ്നം. അല്ലാണ്ട് ഞാൻ പോകായിട്ടില്ല. അവൻ ഇങ്ങോട്ടും വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഒന്നിച്ചിങ്ങനെ പാട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടണം എന്ന് തീരുമാനിച്ചത് ആരാ? നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചതാണോ? അല്ല, നമുക്ക് ആദ്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന അത്ര വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. നമ്മൾ രണ്ടാളും ബേസിക്കലി സ്ട്രീറ്റിൽ പെർഫോം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോ ആദ്യം ഈ ക്യാമറനെ ഫേസ് ചെയ്യാനൊരു മടിയാണ്. നമ്മൾ പുറത്തുനിന്ന് എത്ര ആൾക്കാർ ഇന്ററാക്ട് ചെയ്യാൻ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ക്യാമറ നമ്മൾ സെൽഫി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമ്മളെ തന്നെയാണല്ലോ കാണുന്നത്. പിന്നെ ഗ്രാജുവലി അത് മാറി. പിന്നെ ഇതിലൊന്ന് ഫോക്കസ് ചെയ്താല് അടിപൊളി ആയിരിക്കും തോന്നിയിട്ട് പിന്നെ ഇതിൽ തന്നെ കണ്ടിന്യൂസ് ഫോക്കസ് ചെയ്തിട്ട് ഇപ്പം നിലവിൽ ഇപ്പൊ കുറച്ച് മന്ത്സ് ആയിട്ടേ ഉള്ളൂ. അല്ലേ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ഇപ്പൊ ഒന്ന് മൂഡ് വരുന്ന സമയത്ത് പോസ്റ്റ് ചെയ്യും. എനിക്ക് ജോബ് കുരു എന്ന് പറയുന്നത് ഭയങ്കര ഭ്രാന്താണ്. ആളുടെ പാട്ടുകൾ കേൾക്കുമ്പം ഒരു നോർമൽ സോങ് ആയിരിക്കും. ബട്ട് ഈ താളം എന്ന് പറയുന്ന പാട്ടിൽ തന്നെ നേരിൻ നോവിൽ തീയിൽ പടരുക, വർണ്ണം കാണും നിൻ മഴവിൽ തേടുക, പ്രാണൻ കാക്കും നിൻ താളമേകുക. ഓഹോ, താളം. അത് നമ്മളെ ഗോൾസിനെ കുറിച്ചിട്ടാണ് ഈ പാട്ടിൽ ഞാൻ മനസ്സിലാക്കിയത്. ജീവന്റെ താളം, താളം, താളം. പൊളി 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 പൊളി. അപ്പൊ നിങ്ങൾ റാൻഡം ആയിട്ട് ഇങ്ങനെ പോകും, എവിടെയെങ്കിലും സ്പോട്ട് കണ്ടുപിടിച്ച് ഇങ്ങനെ പാടും? ഞാനിവിടെ 1 year ആയിട്ട് മറൈൻ ഡ്രൈവില് സ്ഥിരം പറ്റിയ രാത്രി ഒരു 2023. ശരി. അപ്പൊ അതിന് ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ചമ്മലൊന്നുമില്ല? ആൾക്കാർ ഇങ്ങനെ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല? ആദ്യമൊക്കെ ആൾക്കാർക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ ഭയങ്കര പേടിയാ. പിന്നെ ഈ ബോഡി ലാംഗ്വേജ് ഞാൻ അത്യാവശ്യം ഇങ്ങനെ
ചാടി ചാടി നിൽക്കുന്ന ഒരാളാണ്. ബട്ട് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഈ ക്രൗഡ് കാണുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ആദ്യം തന്നെ അതിലോട്ട് വന്നതുകൊണ്ട് ഇവിടെ സ്റ്റേജിന് മുകളിലെ പെർഫോമൻസ് കാണണ്ടേ, തുള്ളുന്ന വീഡിയോ അല്ലേ? ആണോ? സ്റ്റേജിൽ ഭയങ്കര ഫയറാ? അതിനപ്പുറം മ്യൂസിക് ആണോ നിങ്ങൾ പണ്ട് തൊട്ടേ നിങ്ങളുടെ പ്രൊഫഷൻ ഇതാക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? മൂന്നാണ്. ഞാൻ പണ്ടേ ഒരു തന്നെ ആർട്ടിസ്റ്റ് ലൈഫ് ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ നോക്കി, അങ്ങനെ കുറെ നോക്കിയപ്പോ ഫിലിമിലെല്ലാം കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാൻ തോന്നി. ട്രാക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, അകലാതെ നിർത്തി. ഒരു 1.5. ഞാൻ ആദ്യം ഗിറ്റാർ എടുക്കട്ടെ. മനം ഭാഷയാകലാതെ മറവാതെ ഒരു പോലും മനം മറക്കുതേ മറക്കാതെ മറവാതെ നൊടിവേറും മനം കരുതേ. സൂപ്പർ. സാസോം കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും ഫേവറേറ്റ്, മലങ്കിനെക്കാട്ടും ഫേവറേറ്റ് ഈ സാസോം കീ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിന്റെ കവർ ചെയ്തതാണ്. ഒരു പ്ലാനും ഇല്ലാണ്ട് ഒരു ദിവസം ഇരുന്നതാ. അങ്ങനെ ഇരുന്ന് സാസോം കീ എടുക്കാം എന്നുള്ള ഇത് വന്നു. അപ്പൊ ഇവൻ ഗിറ്റാർ സ്ട്രം ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയ വന്നു. അതാണ് അതിന്റെ അടുക്ക് ഒരു ഹമ്മിങ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ അതിലൊരു സർഗം വരുന്നുണ്ട്. അതൊരു പനീസ അനീസ അനീസ പനീസ കയറിയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഹമ്മിങ് വരുന്നുണ്ട്. അത് സ്പോട്ടിൽ ഇട്ടതാണ്. പിന്നെ അതിലൊന്ന് വർക്ക് ചെയ്തു. സ്പോട്ടിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ പിന്നെ മറന്നു. അതെന്നേരം ഒപ്പി എടുത്തിട്ടില്ല, പിന്നെ മറന്നു. പണ്ട് മുതലേ ഗിറ്റാറുമായിട്ട്? പണ്ട് മുതലേ അല്ല, ഞാൻ 7ാം ക്ലാസ് നേരത്തെ പഠിക്കാൻ തുടങ്ങി. 7ാം ക്ലാസ്സിലാണ് കഴിഞ്ഞ നേരത്ത്. അതിനു മുമ്പേ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ട് അത് നടക്കൂലെന്ന് വെച്ച്. പറയണ്ട, ആ മുമ്പിലത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, വേടന്ന്. എന്റെ മൈൻഡിൽ അത് ഈ ഗിറ്റാർ വെച്ചാല് എന്താ പറയാ, ഒരു ഇതാണ്ടോ, ഒരു ബാച്ച് ആൾക്കാർക്ക് മാത്രം പഠിക്കാൻ പറ്റും, അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്റെ മൈൻഡിലുണ്ടായി. തൈക്കുടം ബ്രിഡ്ജിനൊരു പരിപാടി കാണാൻ പോയി. അതിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. പിന്നെ കണ്ണൂരിൽ പോയി, നാട്ടിൽ തന്നെ പോയി കുറെ സ്ഥലത്ത് ചോദിച്ചു. സാറാ കണ്ടുപിടിച്ച് സാറിന്റെ ക്ലാസ്സിന് പോയി. ഫുള്ളായിട്ട് പഠിച്ചു പറയില്ല, എന്നാലും പഠിക്കാണ്ട് പറയാം. ഇപ്പൊ സിവിൽ പഠിക്കുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ്. എനിക്ക് അതിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. സിവിൽ എഞ്ചിനീയറിംഗ് ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല ശരിക്കും പറഞ്ഞാല്. ഇതിൻ്റെ അത് കുറെ ഫീൽഡ് വർക്കുകളും ഉണ്ട്. അപ്പൊ ഇതൊന്നും നടക്കൂല. എനക്ക് പോയിട്ട് ഇവിടെ വെയിലത്ത് നിന്നിട്ട് ഇതാക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. സെലു എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്തത് മ്യൂസിക് ആണ് എന്റെ വഴി എന്ന്? മ്യൂസിക്കിനോടാണ് എനിക്ക് ഇൻട്രസ്റ്റ് എന്നുള്ളത് പണ്ടേ അറിയാം. ബട്ട് എനിക്ക് ഇതിൽ പോവാൻ പേടിയായിരുന്നു ആദ്യം. കാരണം ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് മ്യൂസിക്കിലേക്ക് പോയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. പക്ഷെ എൻ്റെ സർക്കിൾ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും പാട്ട് കേൾക്കുന്നല്ലാണ്ട് ഇതിൽ ഒരു നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റൂല, അങ്ങനെയുള്ള ഒരു ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു സമയത്ത് മ്യൂസിക്കിനെ ഇങ്ങനെ മാറ്റി നിർത്തും, വേറെ ജോബിലേക്കെല്ലാം പോവാന്നുള്ള രീതിയിൽ. പക്ഷെ എങ്ങനെയായാലും ഇതിങ്ങനെ കടന്നു വരും. അങ്ങനെ ഒരു വട്ടം നിർത്തി, ഇനി ചെയ്യണ്ട, ജോലിയിലേക്ക് പോവാമെന്ന് വിചാരിച്ചു നിന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും തിരിച്ചു വന്നതാണ് ആള്. ഞാൻ ഇവിടെയായിരുന്നു പഠിച്ചേ, കൊച്ചിയിൽ. ആ സമയത്ത് എന്റെ കൂടെ ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു, ഷാരുൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോയപ്പോ ഞാനും കണ്ണൂരേക്ക് പോയി, അവനും മലപ്പുറം പോയി. ബേസിക്കലി ഞങ്ങള് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ഒരു കണക്ഷൻ വിട്ടുപോയി. ആ സമയത്ത് വേറെ ആർട്ടിസ്റ്റുകളായിട്ടൊന്നും എനിക്ക് കൂടുതൽ പരിചയമില്ല. അറിയാം, പിന്നെ ഹനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗിറ്റാറിസ്റ്റ്, അതുപോലെ തന്നെ ഷിയോസ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
കവാലി ബാൻഡൊക്കെ ഉണ്ട്, അവരൊക്കെ അറിയാം. ബട്ട് ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കാറില്ല. അങ്ങനെയാണ് പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ജാം ചെയ്യുന്നത് 1 വർഷം മുന്നേ ജാം ചെയ്യുന്ന കണ്ടിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് വിളിക്കുന്നതും, അങ്ങനെ ഇവനെ എനിക്ക് ഗിറ്റാറിസ്റ്റ് ആയിട്ട് ആ പ്രോഗ്രാമിന് കിട്ടുന്നത്. പക്ഷെ ആ പ്രോഗ്രാം നടന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു നമ്മള് ആ പ്രോഗ്രാം ആഗ്രഹിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് എന്തോ കാരണം കൊണ്ട് അത് ക്യാൻസൽ ആയിപ്പോയി. നമ്മളെന്താളും പിന്നെ ഇവിടത്തേക്ക് വന്നു, കൊച്ചിയിലേക്ക് വന്നു, ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇവിടുന്ന് ജാം ചെയ്ത് തീർത്തിട്ട് നേരെ നാട്ടിലേക്ക് തീർക്കും. ഇപ്പൊ നമ്മളൊരു കാര്യം പ്രൊഫഷനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. അപ്പോൾ ചെറിയൊരു ധാരണ കിട്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ. പിന്നെ എനിക്ക് ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നോളജാണ്. ഇന്നും എനിക്ക് വലിയ മ്യൂസിക്കൽ നോളജ് ഇല്ല, ബട്ട് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, ഇനിയും ഉണ്ടാക്കി എടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. നിങ്ങളെ മുന്നിൽ വന്നിരിക്കാനുള്ള ഈ ഒരു സംഭവം നമ്മൾ ഇതുവരെ ഇപ്പം എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒരു ദിവസം നമ്മള് ആൾക്കാർ കാണും, ഇഷ്ടപ്പെടും എന്നുള്ളത് അറിയാം, ബട്ട് അത് ഇത്രയും പെട്ടെന്ന് ആയിരിക്കും എന്ന് കരുതിയിട്ടില്ല. സിനിമ കാണാറുണ്ടോ? സിനിമ ഡയലോഗ്സ് അറിയോ? സിനിമ കാണുന്ന മ്യൂസിക് വെക്കാനാ, ഡയലോഗ്സ് കേൾക്കാറില്ല. അല്ല, ഞാനൊരു ഭയങ്കര സിനിമ അഡിക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമകൾ കാണാൻ. ഇവിടെയോ? നിങ്ങൾ സിനിമ കാണാറില്ല? ഞാൻ കുറവാണ്, സിനിമ കാണാൻ കുറവാണ്. ഇവൻ ഈ വർഷം സിനിമ കാണാൻ തുടങ്ങി, അത് വിശ്വസിക്കാതെ അറിയില്ല. ഞാൻ കൊറേ കാലം ബ്രേക്ക് എടുത്തില്ല, ബ്രേക്കായി. ഇപ്പൊ ലോക്കെ എങ്ങനെ കണ്ടേ, ഇപ്പൊ അടുത്താണല്ലേ, അത് എന്റെ ഫ്രണ്ട് കൂട്ടി പോയത്. അതൊരു അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ കാണാറില്ല, എനിക്ക് സിനിമ ഇഷ്ടമല്ല, അങ്ങനെ പറയാം. അല്ലാണ്ട് അതില്ലേ, അത് ഇവൻ ഇപ്പൊ ഇവിടെ ഇട്ടതാ. അല്ല ഞാൻ സിനിമ കാണില്ല പറയുന്നത് തെറ്റാണോ? അതെന്ന് പറഞ്ഞേ അല്ലല്ലോ, ഞാൻ കാണാത്ത കാര്യങ്ങൾ ഞാൻ കണ്ട് പറയുന്നത് പക്ഷെ അത് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഞാൻ കാണില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ സിനിമ എടുക്കുന്നതിന്റെ ഒരു ഇതും നമുക്കറിയാലോ, ഞങ്ങളെ പോലെ കഷ്ടപ്പെടുന്നുണ്ടാവല്ലോ അവര്. വെറുതെ അപ്പൊ നമുക്ക് സിനിമ ഡയലോഗ്സും അല്ലാത്ത കുറച്ച് വാക്കുകളൊക്കെ ചേർത്തിട്ട് ഞാനൊരു ടാസ്ക് വെച്ചിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. അത് ഓർക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊന്നുമില്ല. ഒരാള് ചെവിയിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കണം. മറ്റേ ആളുകള് അതിൽ ഓരോരുത്തര് ഈ ബോക്സിനകത്ത് വെച്ചിരിക്കുന്ന ചിറ്റ്സ് എടുത്ത് ആ ചിറ്റിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് കിട്ടിയ സമ്മാനം ഉണ്ടോ? സമ്മാനം ഞാൻ തന്നുവിടാം. അപ്പൊ ഇനി നമുക്ക് ടാസ്കിലേക്ക് പോവാം. റെഡി അല്ലേ? സെറ്റ്. ഇതൊക്കെ എന്ത് എന്താ ഇതൊക്കെ എന്ത് അവരെന്താ പറയുന്നത്? ഇതൊക്കെ എന്ത്? എന്തിനാ വന്നിരുന്ന ചിരിക്കാണ്ട് കാര്യം പറക്കാൻ തിരിയുന്നില്ല. ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് മനസ്സിലാവുന്നില്ല. എന്താടാ ഇതൊക്കെ എന്ത്? ഇതൊക്കെ എന്ത്? എന്ത് ഇതൊക്കെ എന്ത്? എടാ ഈ പൊട്ടനല്ലേ? നിനക്കില്ല ഇതിപ്പം പറഞ്ഞ മനസ്സിലാ. എഴുതിക്കുമ്പോ ടെൻഷൻ വിചാരിച്ച പോലെയല്ല, ഭയങ്കര പ്രശ്ന. ഇതൊക്കെ എന്ത്? എന്ത് ഇതൊക്കെ എന്ത്? എന്താ പറഞ്ഞാട്ടെ? ഇതൊക്കെ എന്ത്? നീ എന്താ പറയുന്നത്? ഞാൻ മനസ്സിലാകറിയോ? നീ എന്തിനാ ഇങ്ങ് വന്നേ? നീ എന്തിനാ ഇങ്ങ് വന്നേ? ഇനി അടുത്തത് അല്ലല്ല, രണ്ടെണ്ണം ഇദ്ദേഹം എടുക്കണം. അങ്ങനെ ഉണ്ട്. ഓരോരുത്തർ ട്രൈ ചെയ്യണം. ഇത്തിരി കഞ്ഞി എടുക്കട്ടെ. ഫുഡ് കഴിച്ചോ? ഇത്തിരി കഞ്ഞി എടുക്കട്ടെ. ഇത്തിരി അങ്ങനെയല്ല, നീ മലബാറായിട്ട് പറ. തിരിയുന്നില്ല. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് ലിപ്പ് വെച്ച് പിടിക്കുക. ലിപ്പ് ലിപ്പ് ഇങ്ങനെ ആക്കി പറഞ്ഞോ. കഞ്ഞി എടുക്കട്ടെ. കഞ്ഞി എടുക്കട്ടെ. എന്നാ ഒന്നുമില്ല കഞ്ഞി കഞ്ഞി. സ്പൂണ്. ഫുഡ്. കുറച്ച് ഫുഡ്. കഞ്ഞി. കഞ്ഞിയുടെ പൊട്ട. ഇപ്പൊ ആ തുറന്ന് പറഞ്ഞു നോക്കും, അപ്പൊ കിട്ടുമെന്ന് അറിയാം. കഞ്ഞി കഞ്ഞി. അടി. ഒന്നുമില്ല. അടി അടി. കഞ്ഞി. എന്നടാ കഞ്ഞി. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ചധികം. കറക്റ്റ്. ശരിയാ? ശരിക്കും ശരിയാ? കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇത്തിരി കഞ്ഞി. ഓ ഒടിയേ. ഇനി എന്നെ ചെല്ലു. അല്ല ഷാമില്. അല്ല നീ ഷാമിലടാ. അല്ല, ഇദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുക്ക്. കൈയെടുക്കണം. റെഡി അല്ലേ? തന്റെ തന്തയല്ല എന്റെ തന്ത. എന്ത്? തന്റെ
ഞാനാ നിന്റെ correct പറയണം. ഉപ്പേടാ എന്ത് നിന്റെ തന്തേടാ ഓ നീ പറയാ നിന്റെ തന്ത ഉപ്പ ഉപ്പ വേറെ വീട് തന്ത നിന്റെ തന്ത അല്ലേ ആ അല്ല വരട്ടെ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്റെ കള്ള അല്ലേ ഇനി നീയേ പൊട്ടരുത്. നാളെ സ്റ്റോപ്പിലാ Correct ആണോ എന്ന് പറഞ്ഞ് കൊടുക്ക്. കറക്റ്റാണ് അത് ഇടി എവിടെയാ പോകുന്നെങ്കിൽ ആ, ശരി നീ ജീൻ്റെ എടുത്തോ ഞാൻ അല്ല അത് രണ്ടാളും പറയാ നോക്കട്ടെ ഏതാണ് ഇത് സിമ്പിള് പറ പണി വരുന്നുണ്ട് അവറാച്ച പണി ആക്ഷൻ ഇട് ആക്ഷൻ ഇട് പണി കുങ്കോട്ടാ പണി 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 ആ വരുന്നുണ്ട് ഉപ്പ് വെച്ച് പറഞ്ഞു പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് അവറാച്ച അല്ലേ ഷാമിലെ ഇതന്നെ മതി ഇവരല്ല സിനിമ കാണേണ്ടി ഞാൻ സിനിമ അതൊന്നുമില്ല അതങ്ങനെ പണി വരുന്നുണ്ട് പറഞ്ഞ ബാക്കി പറയാൻ ഇൻസ്റ്റഗ്രാമിൽ പാടുന്ന പാട്ടുകൾ നിങ്ങൾ ആരും ട്രൈ ചെയ്യാത്ത പാട്ടുകൾ വേണം. അതൊക്കെ ആരാണ് അങ്ങനെ ഏത് പാട്ട് വേണം എങ്ങനെയാണ് നിങ്ങൾ അതൊക്കെ ചൂസ് ചെയ്യുന്നത്? കാരണം കൂലിയുടെ BGM അത് പാടി, അതുപോലെ മലങ്കിന്റെ സർഗം, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ കുറച്ച് പേടിയുള്ള ഏരിയാസ് ആണ്. ഈ കൂലിയിലെ കൊക്കി എന്ന് പറഞ്ഞ BGM ചെയ്തത് സൂരജ് സന്തോഷ. ആളുടെ വോക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതിങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ ആ ഒരു BGM എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ BGMന്റെ പുറത്താണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഓഗസ്റ്റ് പകുതിയൊക്കെ ആയപ്പോൾ ഞാൻ മതി, ഇനി മ്യൂസിക്കിലേക്ക് പോയിട്ട് കാര്യമില്ല, പുറത്തേക്ക് പോവാം എന്നുള്ള, ദുബായിലേക്ക് എന്തെങ്കിലും ജോബ് നോക്കി പോവാം എന്നുള്ള രീതിയിൽ അതിന്റെ പ്രിപ്പറേഷൻസ് ഇങ്ങനെ പോകുമ്പം പിന്നെ ഒന്ന് ചിന്തിച്ച് എന്തായാലും ഒരാഴ്ചയും കൂടി നോക്കാം, ഒരു 3-4 പാട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു 2-മത്തെയോ 3-മത്തെയോ പാട്ടാണ് ഒരു പിന്നെ റീലാണ് കുക്കി BGM. അത് ആൾക്കാർ ഏറ്റെടുക്കും. ഈ കുക്കി BGM കഴിഞ്ഞ സമയത്താണ് ആള് വിളിക്കുന്നത്. ആള് പിന്നെ നമുക്ക് കവർ ചെയ്താലോ, ആദ്യം കവർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഒറിജിനൽ ഞാൻ മൈൻഡ് മാറി ഇവൻ വിളിച്ചു നിൽക്കുക. അതിന് മുമ്പ് വിളിച്ചു, ഞാൻ പറഞ്ഞില്ല, പച്ചക്ക് പറഞ്ഞില്ല, ഒറിജിനൽ മൈൻഡില്ല. ഞാൻ കുറെ എന്നോട് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഞാൻ എന്റെ മൈൻഡ് മാറിയിട്ട് ഇവനോട് പറഞ്ഞു നമുക്ക് നാളെ ഇരുന്നാലോ. പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ പോയി ഇവനൊരു സ്ട്രമ്മിങ് ഇട്ട് അയച്ച സാസോക്കി പാടി 4. ടെമ്പോ 1 2 3. दूर जितना भी तुम मुझसे, पास तेरी मैं, अब तो आदत सी है मुझको ऐसे जीने में. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ അല്ലേ പോകുന്നത് രീതിക്ക് അപ്പാടി വരുന്നത്. ഇത് ഇപ്പൊ അങ്ങനെ ഇടും, ആണോ? എന്റേതായ രീതിക്ക് പ്ലാൻസ് ഇടും. അല്ല ഇതിനാണ് അത് ഓൾറെഡി ആ സോങ്ങിൽ ഓൾറെഡി ഉള്ളേ. പക്ഷെ അതിന് ശേഷമുള്ളത് പെട്ടെന്ന് ഇട്ടത് ഇതാ നേരത്തെ പറഞ്ഞത് പെട്ടെന്നൊക്കെ ഇടുന്ന വോക്കല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും എക്സ്പ്രഷൻ ലെസ് ആയിട്ടുള്ള ഒരു ഗിറ്റാറിസ്റ്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ എക്സ്പ്രഷൻ ഒന്നും ഇടാതെ കടിച്ചു പിടിച്ചിരുന്നാണ് ഗിറ്റാർ അല്ലേ? ശ്രദ്ധിച്ചേ അധികം എക്സ്പ്രഷൻ ഒക്കെ പ്രശ്നമാണ്. നമുക്ക് ചിരിക്കാൻ എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുന്നതിനാ അതൊന്നും ഇന്നത്തെ കാലല്ലേ
ഇന്നത്തെ കാലല്ലേ. നമ്മൾ ജാം ചെയ്തത് എന്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പൊ ആള് ഫസ്റ്റ് ടൈം എന്റെ വീട്ടിൽ വരുന്നത്. അപ്പൊ വീട്ടിലെ ഹാളിൽ നിന്നാണ് ആ വീഡിയോ എടുത്തത്. അപ്പൊ ഓൾറെഡി പിന്നെ ആള് വലിയ മുടിയെല്ലായിട്ടാ കയറി വന്നേ. ഉമ്മ ഇപ്പൊ പറയും മുടിയിലെ ചെക്കൻ്റെ പേരാ. അവളില്ല മുടിയെല്ലാം കുറിച്ച്. ആള് മുടി വന്ന അടിപൊളിയോ. കുളിക്കുന്നില്ല ചില സമയത്ത്, എന്നാലും മുടി കാണാൻ നല്ല രസമുണ്ടാവും. എങ്ങനെയായിരുന്നു ഒരു ഹെയർ കെയർ റുട്ടീൻ? എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് കുളിക്കാൻ പോയതാ വരുമ്പോ. അപ്പൊ ഇവൻ പറഞ്ഞ എന്താ പറയാ, കുളിക്കണ്ട ഇവിടുത്തെ വെള്ളത്തിന് ബ്ലീച്ചാണ്. കുളിക്കാൻ മടിയുണ്ടായിട്ട് പറഞ്ഞായിരുന്നു. ഞാനൊരു 8:15 എണീച്ച് റെഡിയായി നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടൊക്കെ നിൽക്കുന്ന അവന്റെ ഷോപ്പിൽ നിന്ന് ഉള്ള ഒരു റൂമിലാണ് നമ്മള് ജസ്റ്റ് ബാഗൊക്കെ വെച്ച് ഫ്രഷ് ആവാൻ വേണ്ടി പോയത്. അപ്പോ അവർക്കും ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങണല്ലോ. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല നമ്മള്. ഞാൻ ഇപ്പോൾ ഒരു 8:15 എണീച്ച് കുളിച്ച് മാറ്റി നിന്നപ്പോ ഇവര് നല്ല ഉറക്കാം. വിളിച്ചെണീപ്പിച്ചിട്ട് പിന്നെ 3 കൂടി ഇരുന്ന് സംസാരം തുടങ്ങി. ഇവര് കുളിക്കാൻ നിന്നാൽ എന്താവും, അവർക്കും ബുദ്ധിമുട്ടാവും, ഇവിടെ വരാനും ലേറ്റ് ആവും. അപ്പൊ ഞാൻ വേണ്ടി കുളിക്കേണ്ടി എടുത്ത് വെള്ളത്തിൽ ഭയങ്കര ബ്ലീച്ച്. എപ്പോഴും പെട്ടെന്ന് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കില്ല. ആദ്യം വള്ളി പിടിക്കാന് ഉസ്താദാ. ഇല്ലാത്ത വള്ളിയിൽ ഇങ്ങനെ വന്നിട്ട് പോകും. അങ്ങനെ എക്സാമ്പിൾ അത് ഈ ഇടക്കന്നെ നടന്ന് അവിയലിന്റെ പരിപാടിക്ക്. അവിയലിന്റെ പരിപാടിക്ക് നമ്മള് പോയി. അവിയലിന്റെ പരിപാടിക്ക് പോയാലോ ഞങ്ങളിങ്ങനെ ഇടക്കിലേക്കൂടെ കേറി ഫ്രണ്ടിലെത്തി. അപ്പം ബാക്കിൽ ക്യൂ നിന്ന് കയറി അവർക്ക് കാണാൻ കഴിയുന്നില്ല. എന്നോട് ഒരുത്തൊക്കെ മാറിയിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റൂല, നിന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്ന പറഞ്ഞു. പ്രശ്നമായി. പെട്ടെന്ന് വള്ളി പിടിച്ചോളൂ. അതുകൊണ്ട് പ്രശ്നമായി, അടിയായിട്ടില്ല. ഓൻ അടിയാക്കുന്നുള്ള ഉറപ്പായിട്ട് ലാസ്റ്റ് അങ്ങനെയല്ല. നമ്മള് ആ ഒരു പരിപാടിന്റെ ആ ഒരു ആവേശം കൊണ്ട് നമ്മള് ഭയങ്കരം കയറിയിട്ടല്ല ഉണ്ടാവുക. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മൾ ഇവനും അയാളും കൂടി ഹഗ്ഗെല്ലാം ചെയ്ത്. അപ്പൊ ആള് പറഞ്ഞ പ്രശ്നമില്ല. ഞാനും ഞങ്ങള് അപ്പുറം ഇപ്പുറം നാട്ടുകാരാണ്, ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് നാട്ടുകാരാണ്. അപ്പം അത്ര അടിയൊന്നും ഉണ്ടായിട്ടില്ല, സംസാരമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നീട് 2 ഒരുമിച്ച് തുള്ളുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ എന്ത് പറയുന്നു അതെല്ലാം അംഗീകരിച്ചോളുക. ഞാൻ പറഞ്ഞല്ലോ, ഇവര് 2 കൂടി രാത്രിയെ പ്ലാൻ ചെയ്ത് എന്നെ അവിടെ പോയിട്ട് ഊക്കി നിലത്തൊട്ടിക്കാന്ന്. അത് ശരി, ഇത് പ്ലാൻഡ് മൂവായിരുന്നു. അത് ഡബിൾ പ്ലാൻ തന്നെ ഇവന്റെ. എന്റെ അടുത്ത് വന്ന് ഇവൻ പറയുന്നേ നമുക്ക് സെലൂൺ വെക്കണം. ആളും പറയാറുണ്ടോ കൊണ്ടുകൊണ്ടു? ഇവൻ പറയും. എനിക്കാണെങ്കിൽ കൂടി ഈ മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഭയങ്കര അസൂയ, പ്രത്യേകിച്ച് പാട്ട് പാടുന്ന ആൾക്കാരോടും ഈ ഗിറ്റാറും വയലിനും ഒക്കെ വായിക്കുന്ന ആൾക്കാരോടും. കാരണം നിങ്ങൾക്ക് ഒരു ക്രൗഡിനെ അട്രാക്ട് ചെയ്യാൻ ഒരു 5 മിനിറ്റ് മതി. പണ്ടാണെങ്കിലും ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഏറ്റവും ക്രഷ് പാട്ട് പാടുന്ന ചേട്ടന്മാരോടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള അപ്രോച്ചുകൾ ഉണ്ടായിരുന്നു? ഞാൻ പറയട്ടെ, നിങ്ങളെ തോന്നലും മാത്രം ഇതൊക്കെ സത്യമായിട്ട് പറയാലോ. അത് ഇപ്പൊ എന്റെ ക്ലാസ്സിലെ പിള്ളേർ പറയും, നിങ്ങൾക്ക് ഗിറ്റാർ എടുത്ത് നടക്കുന്ന കുറെ ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളുണ്ടാവും. ആലം വെറും തോന്നലാണ്. ഭയങ്കര സത്യ. നിങ്ങള് പാട്ടുകാർ കുറെ ആൾക്കാരുണ്ടാവില്ല. ഇപ്പം ശരിക്കും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഗിറ്റാർ എടുത്തു വായിക്കാന് കഞ്ചാവ് ഇപ്പൊ അത് ക്ലിയർ ആയിട്ടുള്ളതാണ്. പിന്നെ പറയണ്ട, എല്ലാവരും അല്ലേ, നമുക്ക് എല്ലാവരും പറയാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഇടക്കും ഉണ്ടാവുമല്ലോ, ഒരു കൊലയില് ഫുള്ള് നല്ല തേങ്ങ ആവില്ലല്ലോ. ലൈഫിൽ ആദ്യമായിട്ട് ഇവന്റെ തത്വങ്ങളെല്ലാം കേൾക്കുന്നത് സത്യം. പ്രിപ്പയർ ആയിട്ട് വന്നു. ഇത് സംഭവില്ല. ഇന്നലെ പറഞ്ഞ അടിപൊളിയായിരിക്കും എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് സത്യം വരുന്നില്ല. സത്യം ഇവനിക്ക് പോകുന്നുണ്ടേ കുറെ. ഇവനൊരു സ്ഥലത്ത് പോയിട്ട് ജാം ചെയ്താലില്ലേ, നിങ്ങളെ ചിരി അടിപൊളിയാണ്. അത് ചിരി അടിപൊളി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിരി അടിപൊളി. ഞാൻ ഇവനൊരു പാട്ടുപാടാൻ പോയിട്ടുണ്ടാകാം. ഇവിടെ കോഴിക്കോട് ബീച്ചിലെല്ലാം ഞാൻ ഇവനൊരു ഒരുമിച്ച് പാട്ട് പാടുന്നുണ്ടാകാം. ആരും ഫോളോ ചെയ്യുന്നില്ല. പിള്ളേരെ പടം വെത്തും ഇവനിക്ക്. അതിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോ നല്ല കഴിവുള്ള കുട്ടികളാണ് നിങ്ങൾ. ഇനിയും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കട്ടെ. വൈറലായതിൽ ഒത്തിരി ഹാപ്പി അല്ലേ? അപ്പം അതുപോലെ ഇനി തുടരുക, ഒരിക്കലും നിർത്തരുത്. ഇനിയും സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.